ഇന്ന് നമുക്ക് വിൻഡോസിലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കീബോർഡ് ഷോർട്ട്കട്ട്സ് നോക്കാം. ഫോളോ ചെയ്താൽ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് കിട്ടും. അറിയാത്തവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കമ്പ്യൂട്ടർ അറിയുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു ഷോർട്ട് കട്ടായിരിക്കും കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ്. വിൻഡോസ് എക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാസ്ക് മാനേജർ ആയിരുന്നു ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്ക്രീനിലേക്കാണ് എത്തി നിൽക്കുക. ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാനും പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും സൈൻ ഔട്ട് ചെയ്യാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ടാസ്ക് മാനേജറും കൊടുത്തിട്ടുണ്ട്. ടാസ്ക് മാനേജർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഹാങ് ആയി കിടക്കുന്ന ആപ്ലിക്കേഷനൊക്കെ പ്രോസസ്സൊക്കെ എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാത്തവരൊന്ന് യൂസ് ചെയ്ത് നോക്കിയോ. ടാസ്ക് മാനേജർ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ് ആണ് പ്രസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ വിൻഡോസ് കീ പ്ലസ് ഡി ആണ്. നിങ്ങൾ എത്രയൊക്കെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് വെച്ചാലും ഡയറക്റ്റ് ആയിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് എത്തണമെങ്കിൽ ഓരോന്ന് ക്ലോസ് ചെയ്യുക മിനിമൈസ് ചെയ്യുക വേണ്ട. ഡയറക്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് കീ പ്ലസ് അല്ലെങ്കിൽ വിൻഡോസ് കീ പ്ലസ് ഡി പ്രസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഓൾട്ട് ടാബ് പ്രസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ നിങ്ങൾ വിൻഡോസ് കീ പ്ലസ് സെഡ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ റൈറ്റ് കോർണറിലായിട്ട് കുറച്ച് ലേഔട്ട് വന്നത് കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേഔട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് അതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് കാണാം. ഇത് വിൻഡോസ് കീ പ്ലസ് റൈറ്റ് ലെഫ്റ്റ് ആരോ ഉപയോഗിച്ച് നമുക്ക് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ആപ്ലിക്കേഷനെ മാറ്റാൻ പറ്റും. മൾട്ടി ടാസ്കിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത് നല്ലൊരു ഫീച്ചറാണ്. നെക്സ്റ്റ് വൺ വിൻഡോസ് കീ പ്ലസ് ടാബാണ്. നമ്മൾ എത്ര വെർച്വൽ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. പുതിയ വെർച്വൽ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് കീ പ്ലസ് കൺട്രോൾ പ്ലസ് ഡി പ്രസ് ചെയ്താൽ മതി. ഇനി വെർച്വൽ ഡെസ്ക്ടോപ്പ് നമ്മൾക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ വിൻഡോസ് കീ പ്ലസ് കൺട്രോൾ പ്ലസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആരോ കീ ഉപയോഗിച്ച് സ്വിച്ച് ചെയ്യാം. നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ സ്പീഡായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ കീബോർഡ് ഷോർട്ട് കട്ട്സ്. ഒരുപാട് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ അറിയാമെങ്കിൽ അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.